ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ കണ്ടല്ലോ. അതേപോലെ ഒരു കട്ടനിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ദോശയും മുട്ട റോസ്റ്റും ആണ്. അപ്പോൾ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരെ ദോശ ചുടാൻ വേണ്ടി നിന്നു. അതിലിടക്ക് മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കുറച്ച് നേരം കളിപ്പിച്ചു. അവൻ എണീറ്റാൽ പിന്നെ വീഡിയോ എടുക്കലൊക്കെ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട്. വേഗം തന്നെ ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പം ഇറങ്ങിയാൽ നേരം ഇരുട്ടാവണതിന് മുമ്പെങ്കിലും നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുള്ളൂ. കുറച്ചധികം ഷോപ്പിംഗ് ഉണ്ട്. ഇതേ നമ്മൾ വന്ന സ്ഥലം മനസ്സിലായല്ലോ. എവിടെയൊന്ന് ജസ്റ്റ് കയറി നോക്കാം. നമുക്ക് പറ്റിയ ഐറ്റംസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ഷോപ്പിൽ കയറാം. നമുക്ക് എന്തായാലും 3-4 ദിവസത്തെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ഡ്രസ്സും നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ സെക്ഷനിലേക്ക് ആദ്യം പോയത് മോൾക്ക് എടുക്കണം, മോനെടുക്കണം, പിന്നെ എനിക്ക്, ഉമ്മാക്ക് എല്ലാവർക്കും സെറ്റാക്കാനുണ്ട്. അപ്പോൾ സമയം കളയാനില്ല, ഞാൻ വേഗം തന്നെ പോയിട്ട് എല്ലാം സെലക്ട് ചെയ്യട്ടെ. എൻ്റെ വീഡിയോ കാണുന്നവരിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇവൾക്ക് എന്താ എല്ലാ മാസവും കല്യാണമാണോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. ഇനി നമ്മുടെ ഫാമിലിയിൽ ഈ അടുത്തായിട്ടൊന്നും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുന്നില്ല. ഇതെൻ്റെ കസിൻ ബ്രദറിൻ്റെ വെഡിങ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കിഡ്സിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഐറ്റംസ് ഇവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് വേറെ ഷോപ്പ് നോക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ താഴെയുള്ള സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറിയിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നോക്കുമ്പോൾ 1-2 ഐറ്റംസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ചിട്ടുണ്ട്. അത് പിന്നെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഒരു ഷോപ്പിൽ കയറിയിട്ട് ഒന്നും വാങ്ങാതെ ഇറങ്ങുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അല്ലാത്ത ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിലൊന്ന് മെൻഷൻ ആക്കിക്കോട്ടോ. നമ്മളും അറിയട്ടെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ വേഗം തന്നെ പോവുകയാണ്. 1-2 ഷോപ്പിലും കൂടി നമുക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ പർച്ചേസിന് കയറിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാനായിട്ട് ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ മോളെ അവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈം മാക്സിമം എൻജോയ് ആക്കിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ഒരു ഫാൻസി ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മോൾക്ക് കുറേ ഐറ്റംസ് എടുക്കാനുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. മോൻ ഉറങ്ങായിരുന്നു, അവനെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ഫാൻസി ഷോപ്പിൽ നിന്ന് നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. തൊട്ടടുത്തുള്ള റെസ്റ്റോറൻ്റാണ്. കാരണം നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. സമയം 3-3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് നല്ലൊരു ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ച് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. 1-2 ഐറ്റംസ് കൂടി നമുക്ക് കിട്ടാത്തതായിട്ടുണ്ടായിരുന്നു. അതവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ നമ്മുടെ ലെക്കുണ്ട് അത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ 1-2 ചെരുപ്പ് നോക്കാനായിട്ടുണ്ടായിരുന്നു. കുറച്ചധികം വെയിറ്റ് ആക്കിയാലും അതും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം വൈകിയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടെ നിന്നിട്ടില്ല, വേഗം വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പം ശരി, ബൈ.